നല്ല പതുപതാന്നിരിക്കണം. ബൂമ്പാം പറഞ്ഞ പോലെ പച്ചയ്ക്ക് കഴിക്കണം നമ്മൾ. മീൽ പ്രിപ്പിംഗ് ഫോർ ദ എൻറ്റയർ വീക്ക്. സോ എൻറ്റയർ വീക്കിലേക്കുള്ള നമ്മൾ മീൽ പ്രിപ്പ് ചെയ്യാൻ പോവുകയാണ്. എക്സാക്റ്റ് 200 grams ആണ് നമുക്ക് വേണ്ടത്. ചിക്കൻ ചെരിച്ച് കട്ട് ചെയ്യാം. ഇങ്ങനെ ചെരിച്ച് കെട്ടിയാൽ തന്നെ തിൻ സ്ലൈസ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെഷർ ചെയ്യാം. ഇങ്ങനെ 200 grams-ൻ്റെ 7 പീസ് ഉണ്ടാക്കുക ഫോർ 7 days. ഇന്ന് മസാല വെട്ടി കുക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ റെഡിയാക്കാം. സോ കട്ട് ചെയ്ത ശേഷം സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട് 180 grams per day. 7 ദിവസത്തേക്കുള്ള സ്വീറ്റ് പൊട്ടറ്റോ മെഷർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കനും മെഷർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ഒലീവ് ഓയിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് 5 grams ഓഫ് ഒലീവ് ഓയിലാണ് നമ്മൾ ഡെയിലി ഇൻടേക്ക്. 2 ദിവസത്തേക്കുള്ള ചിക്കൻ ഈ പാനിൽ പോകുന്നു, 1 ദിവസത്തേക്കുള്ള ചിക്കൻ ഈ പാനിൽ പോകുന്നു, അവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പോകുന്നു. ഇങ്ങനെ 2 റൗണ്ട് കുക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്രിപ്പ് റെഡിയാവും. ചിക്കൻ അവിടെ റെഡിയാവുന്ന ടൈമിൽ നമുക്ക് സ്റ്റേക്ക് കട്ട് ചെയ്ത് മെഷർ ചെയ്ത് വെക്കാം. 7 days-ലേക്കുള്ള സ്റ്റേക്കിൻ്റെ മീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് റെഫ്രിജറേറ്റ് ചെയ്താൽ മതി. സോ അപ്പോൾ എല്ലാ ദിവസവും ഡിന്നറിന് നമ്മളിത് വന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ ഫ്രൈ ചെയ്തെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സോ ഇനിയുള്ള 6 ദിവസത്തേക്കുള്ള നമ്മുടെ മീൽ പ്രിപ്പ് റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് ചിക്കൻ. ഇനി ജസ്റ്റ് ഇത് അടച്ച് ഫ്രിഡ്ജിൽ കയറ്റിയാൽ മാത്രം മതി. ജസ്റ്റ് 1 hour ഹാർഡ് വർക്ക് ഉള്ളൂ. ബട്ട് ഫോർ 6 days യു ആർ ഗുഡ് ഫോർ ദിസ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള എഗ്സ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ലഞ്ച് മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിന്നറിനുള്ള ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കഴിച്ചാൽ മാത്രം മതി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ടൈം ടു ഡു ഇറ്റ് അഗെയിൻ ടുമോറോ.